ഇല്ല 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 ഏതോ ദൈവഭയം കൊണ്ട് ആളപായമൊന്നും ഉണ്ടായില്ലേ. ഓ വണ്ടി പാളത്തിന്റെ അപ്പുറം അപ്പുറം കിടക്കുക, അങ്ങോട്ടും പോത്തില്ല ഇങ്ങോട്ടും പോത്തില്ല. അവൻ പണിഞ്ഞോണ്ടിരിക്കുന്നു, ഡ്രൈവർ പണിഞ്ഞോണ്ടിരിക്കുന്നു. എന്ത് ചെയ്യാനാ? അവന്റെ ഒടുക്കത്തെ അന്ധവിശ്വാസം. ഇവന്റെ അന്ധവിശ്വാസം കാരണമാണല്ലോ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അല്ലെങ്കിൽ വയനാട്ടിൽ വന്ന് പെണ്ണെ കെട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവന്റെ ഒരു ഉദയം ജോത്സ്യരും അയ്യോ ഇവിടെ ഇരിപ്പുണ്ടേ. പുതിയവർക്ക് ഒന്നും അറിയാതെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ വിളിക്കാം. അവന് കുളിക്കാൻ നേരം നോക്കണം, അവന് ആഹാരം കഴിക്കാൻ നേരം നോക്കണം, അവന് ഉറങ്ങാൻ നേരം നോക്കണം, അവന് ഉറങ്ങാൻ നേരം നോക്കണം. അപ്പൊ നിന്റെ ഒറ്റ കുഴപ്പമാണ് ഈ നശിച്ച വണ്ടി. ലോകത്ത് ഭഗവാനെ എത്രയോ വണ്ടി കിടന്നത്, ഈ സാമാനം കിട്ടുള്ള നിനക്ക്. മാമ വണ്ടിയെ പറ്റി ഒന്നും പറയരുത്. പിന്നെ എന്താ പറയാൻ? ഞാൻ ഉദയൻ ജോത്സ്യര് പ്രത്യേകം പറഞ്ഞാണ്, എത്ര പുതിയ വണ്ടി ഉണ്ടെങ്കിലും വിളിക്കല്ലേ, ഈ നമ്പറുള്ള വണ്ടിയെ വിളിക്കാവുന്നു. എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് ഉദയൻ ജോത്സ്യര് ഈ വണ്ടി എനിക്ക് എടുത്തു തരാം. ഇതാരെ വണ്ടിയുടെ ഇത്? അത് ഉദയൻ ജോത്സ്യരെ വണ്ടി. ഉദയനെ ഇന്നൊക്കെ അസ്തമിക്കും നോക്കോ. ഇന്ന് അസ്തമിപ്പിക്കും ഞാൻ. ജോത്സ്യരെ പറ്റി ഒന്നും പറയരുത്, ജോത്സ്യര് ശപിക്കും, ജോത്സ്യര് വലിക്കും കേട്ടോ. നിന്റെ ഈ അന്ധവിശ്വാസം ഇങ്ങനെ പോയാല് നീ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഇന്ന് രാത്രി തന്നെ നിന്നെ കളഞ്ഞിട്ട് പോകും നോക്കോ. അവിടെ എങ്ങും പോവൂല. ഇല്ല നീ പറയുമ്പോൾ അവളെവിടെ പെണ്ണെവിടെ? നല്ല പേരാട്ടോ, സിനിമയിലൊക്കെ അഭിനയിക്കാലോ. ഞാൻ വേണമെങ്കിൽ ചാൻസ് മേടിച്ചു തരാലോ. ഇവിടെ എന്താണ് പരിപാടി? എന്താണ്? അല്ല ഇത് വീഡിയോ എടുക്കുന്നത്? വീഡിയോ എടുപ്പല്ല, ഇത് മുതലെടുപ്പ് എന്ന് പറയുന്നത്. നിനക്ക് കണ്ണിച്ചോരാണ്ടാടാ നിനക്ക്. ഇവിടെ വണ്ടി ഇതോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്റ്റക്ക് ആയിരിക്കണം. അപ്പോഴാണ് നിനക്ക് ഈ കോപ്പൊന്നും വേണ്ട, പോയി പോടെ. അളിയാ നിന്റെ കല്യാണം സിനിമ പോലെ എടുക്കണമെന്നായിരുന്നു എനിക്ക്. അല്ലാതെ ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ പോലെ ആയി പോയി. ഡിക്സന് വേറെ വർക്കില്ലാഞ്ഞിട്ടല്ല. സിനിമ പോലെ ആവോ? പിന്നെ നമ്മളെ സിനിമ പോലെ ആവോന്ന് ദൈവമേ, ഡിക്സ ഉറപ്പാണല്ലോ. പിന്നല്ലാതെ മാമജി എന്റെ വീഡിയോ ഇല്ലേ സിനിമ പോലെ ഇരിക്കണ്ട ഡിക്സൺ പറഞ്ഞു. എനിക്ക് കോപ്പ് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതാ ഇമ്മാതിരിയുള്ള ഇതൊന്നും വേണ്ട. മാനുവായിട്ട് ഞാൻ പറഞ്ഞതാ. ആളിയാ പിന്നെ നിങ്ങൾ വീട്ടിൽ ചെന്ന് കയറുമ്പോ ഞാൻ വേറെ കുറച്ച് പ്ലാനിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. സംഭവം വെറുതെ ഒന്നുമല്ല, നിങ്ങൾ വലത് കാലെടുത്ത് അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് ഹെലിക്യാം അല്ലേ, ഹെലിക്യാം. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നിന്റെ ഇതായോണ്ട് മാത്രമാണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ അടിപൊളിയായിട്ട് എന്തോ ഈ ഭ്രാന്ത് കാണിക്കുന്നത്? അല്ല ചെയ്യല്ലേ? ഷൂട്ടൊന്നും ചെയ്യുമല്ല, ഞാൻ ഇതൊരു ഷൂവിന്റെ ലേസ് കെട്ടിയതാണ്. അതിന്റെ ഇടയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ നിൽക്കുന്നു. 12:30 കയറണം. എനിക്ക് അതാണ് നിന്റെ ഉദയം ജോത്സ്യത്തെ 12 ഞാൻ മുടി വലിച്ചു വെച്ചും പറഞ്ഞിട്ടോ. കാണുന്നേ ട്രാക്കിനകത്ത് വണ്ടി കൊണ്ട് ഇടിപ്പിച്ച് കാട്ട് നേരത്തെ ഒരു മനുഷ്യനെ കൊന്നിട്ടേക്കുന്നു. എനിക്കറിയാം ദൈവം നമ്പൂരാൻ. ഞാൻ ഇത് ആരോട് വിളിച്ചു പറയാനാണോ? പോലീസ് സ്റ്റേഷനാണോ കാണിച്ചിട്ടേക്കുന്നത്? സാറേ സാറേ ഒന്ന് സമാധാനമായിട്ട് കേളു സാർ. എന്തു ഇന്ന് എന്റെയും അവളെ കല്യാണം വരുന്നു. സാർ ഞാൻ എന്തിനാണോ തന്നെ അനുഗ്രഹിക്കുന്നത്? സാറേ ഇതൊക്കെ കഴിഞ്ഞ് പതിയെ ഇങ്ങനെ കാറ് വരികയായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയപ്പോ അവിടെ അങ്ങ് സ്റ്റക്ക് അങ്ങനെ ആയിപ്പോയി. നമുക്ക് പൊന്നു സുഹൃത്തെ, നിങ്ങളല്ലേ കിടന്ന് കാണിക്കുന്നത്? 9:50 ട്രെയിൻ എടുക്കും, ഈ ട്രാക്കിൽ കൂടെ ട്രെയിൻ പോകും. എല്ലാം കൂടി ഇടിച്ച് മറിച്ച് ഒരു പരുവാക്കും, പപ്പടം പരുവാക്കും. തമ്പി ഇതെന്തോ ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടെ ഉറങ്ങട്ടെ. വണ്ടി ശരിയാക്കിയ ഇത് വിട്ട ഡ്രൈവറാ. പേര് തമ്പി. എന്റെ പൊന്നു മഞ്ഞക്കുഞ്ഞ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുഞ്ഞല്ല തമ്പിക്കുഞ്ഞ്. എന്റെ തമ്പിക്കുഞ്ഞ, നിങ്ങൾ എന്നെ നിസ്സാര കാര്യത്തിൽ ട്രാക്കിലാണ് കിടക്കുന്നത്, അല്ലാതെ മറ്റേ കാർ ഷെഡിനകത്തല്ല വണ്ടി കൊണ്ടിട്ടേക്കുന്നത്. 12:30 ഉദയം ജോത്സ്യർ പറഞ്ഞു വീട്ടിൽ കയറണം. നിനക്ക് കണ്ണിച്ചോറാണ്ടോ? നിന്റെ വർത്തമാനം കേട്ടോ എന്റെ കുഴപ്പമായിരിക്കും. ഞാൻ മര്യാദക്കുള്ള വഴി കൂടി വണ്ടി ഓടിച്ചു പോയിരുന്നില്ലേ? അപ്പൊ ഒരു പൂച്ച വട്ടം ചാടി നീ അല്ലേ വണ്ടി തിരിച്ചു വിടാൻ പറഞ്ഞു? അമ്മ പൂച്ച വട്ടം ചാടി ദുശകനാണോ? ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പൊ നല്ല ശകുനമല്ലയോ? 9:50 വണ്ടി എടുക്കും, ഈ ട്രാക്കിൽ കൂടെ വണ്ടി പോകും, എല്ലാം കൂടെ തവിട് പൊടിയായി ഇതെല്ലാം കൂടെ ഇല്ലാതായി പോകും. ഞാൻ പറഞ്ഞു പണി ശരിയാക്കാം. പിന്നെ സാറേ നമുക്ക് ഈ റെയിൽവേ കുറിച്ച് വലിയ ബോധമില്ലാത്തോണ്ടാണ്. അതെ സാറേ, പിന്നെ ഈ പരശുരാം എക്സ്പ്രസ് ഒക്കെ ദൂരേന്ന് വരുമ്പോ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഈ നീളത്തിലുള്ള ഒരു മഴ കാണും എന്റെ ഫ്രണ്ടില്. നിങ്ങൾ എന്നെ പട്ട് വിളിപ്പിക്കല്ലേ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഞാനിവിടെ വെട്ടി നിൽക്കുക. ഇങ്ങനെയാണോ ചോദ്യം ചോദിക്കാൻ? ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യണം, ഞാൻ കാണിച്ചുതരാം. മോളെ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യണം, ഞാൻ കാണിച്ചു. സാറേ ഒന്ന് വരാമോ? എന്തുവാണോ കാര്യം പറ. ട്രെയിനിൽ പെയ്യു വരും കേട്ടോ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. സാറേ ഈ ജയന്തി ജനത എക്സ്പ്രസിനെ കാണുമ്പോൾ എങ്ങനെ അറിയാം? കറക്റ്റ് ചോദ്യം അതാ. ഈ കാത 2 കമ്മല് കാണും, നെറ്റിലൊരു വട്ട പൊട്ട് കാണും, ഇവിടെ ഒരു പേഴ്സും കാണുന്നത് ഇത്ര മറത്തോണ്ട് ഒരു തോർത്തോണ്ട് ഈ ട്രാക്കിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു മനുഷ്യൻ ഉയരെടുത്ത് നിൽക്കാൻ നേരത്തോളം ഒരുപാട് വൃത്തികെട്ട ചോദ്യം ചോദിച്ചോണ്ട് നടക്കുന്നത്. ഈ കിടലാപ്പെടുത്ത് മാറ്റി തോർത്ത് നിങ്ങള്. അതെ അപ്പക്കാളെ അപ്പക്കോള് അല്ല ചേട്ടാ, ഒരു 10 സ്പാനർ കിട്ടും. ഇതെന്താണ് വർക്ക്ഷോപ്പോ? ചെരുപ്പില്ലാത്തോണ്ട് ഞാൻ ഈ മെറ്റിൽ വഴി പൊള്ളി ഞാൻ നടക്കാം. എനിക്ക് നിനക്ക് 12 സ്പാനർ എടുത്ത് തരാമെന്ന്.
ഇത് എളുപ്പം നിങ്ങൾ ഉണ്ടാക്കാനേ. എടുക്കാവുന്ന കേറാകത്തോട്ട് സാറേ. പെട്ടെന്നാവട്ടെ. ഹലോ ഹലോ ഹലോ. യോ ആണ്ട് റെയിൽവേ മന്ത്രിയൊക്കെ വിളിക്കുന്നത്. ഹലോ ഹലോ ഹലോ. സാറേ. ഹലോ, സാറ് പാട്ട് കേൾക്കുവാണെങ്കിൽ എനിക്ക് കൂടി കേൾക്കണം. താരി കെട്ടിക്കൊണ്ട് വന്ന് കൊണ്ടാളാ. ഇതേ വിളിച്ചോണ്ട് പോടാ, ഇതേ വിളിച്ചോണ്ട് പോടാ പോടാ. പിടിച്ചിരിക്കുന്ന നീ ഇവിടെ മിണ്ടാതെ ഒരു മിനിറ്റ് മിണ്ടാതെ കേട്ടോ നോക്കേ. നോക്ക്. എന്തോ എന്തോ സാർ റീബർ തൊച്ച നോക്കി നോക്കി. ഡ്രൈവർ നമുക്ക് ഒരുമിച്ച് മരിക്കാം. ട്രെയിൻ പോയി തീരട്ടെ. ട്രെയിൻ പോയി തീരട്ടെ. ട്രെയിൻ മഹാരാഷ്ട്രയിൽ എത്തിയടാ. ഡ്രൈവറും മാറിയടാ. ട്രെയിൻ അങ്ങോട്ട് മാറിയ. അയ്യോ എല്ലാം കൂടി തവിടുപൊടിയായേ. എന്റെ ട്രാക്കിന്റെ മുന്നിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായേ. അയ്യോ എന്റെ ദൈവമേ, നിങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞ മറ്റേ ട്രാക്കിൽ കൂടെ ട്രെയിൻ പോയത്. എന്റെ പന്നിക്കുഞ്ഞെ പെട്ടെന്ന് തമ്പിക്കുഞ്ഞ് എന്റെ കുഞ്ഞാണ് ഈ സാധനത്ത് മാത്രമേ 10 മണിയായിട്ട് വണ്ടി എടുക്കുന്നു. സംഭവം റെഡിയായി വരുന്നുണ്ട്. അതെ, ടയറിന് കുറച്ച് കാറ്റ് കുറവുണ്ട്. ഒരു ടയർ കിട്ടാൻ മാർഗമുണ്ടോ? ഒരു 10 വരെ വെയിറ്റ് ചെയ്യോ? എന്തായാലും വെയിറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഒരു ജയന്തി ചേർന്ന എക്സ്പ്രസ് വരുന്നു. അതിന്റെ ഒരു വീര് ഞാൻ ഊരി തരാം. ഇയാൾ എന്നാ വർത്താനം പറഞ്ഞത്? ഈ ട്രെയിനിനൊക്കെ ടയർ ഊരിയെടുക്കാൻ പറ്റുമോ? അല്ലേ, ഈ വലിയ ട്രെയിൻ ആയതുകൊണ്ട് ഒരു ടയർ ഊറുന്നോണ്ട് കുഴപ്പമില്ലായിരിക്കും അല്ലയോ? തന്നെ സത്യം പറഞ്ഞാൽ കുഴിച്ചാൽ മൂടും കേട്ടോ. കുറെ നേരം എല്ലാം പൊട്ട കളിപ്പിക്കണോ? ഓക്കെ ഓക്കെ. അതെ ഇങ്ങോട്ട് നോക്കടാ. ഉദയൻ ജോത്സ്യരാണ് ഇപ്പൊ വിളിച്ചത്. ഉദയൻ ജോത്സ്യർ 12:30 എന്നെ വീട്ടിൽ കയറിയില്ലെങ്കിൽ എന്റെ അമ്മയുടെ സഹോദരൻ ചോര ഛർദ്ദിച്ച് മരിക്കും. ചാവണോടാ, അവനൊക്കെ ചാവണം കേട്ടോ. നിന്റെ അന്ധവിശ്വാസം കാരണം ചാവണം അവനൊക്കെ. അല്ല, അവന്റെ അമ്മയുടെ സഹോദരൻ എന്ന് പറയണത് നിങ്ങളല്ലേ? അപ്പൊ നിങ്ങളല്ലേ ചോര ഒപ്പുന്നത്? പറഞ്ഞതാ. ഈ 12:30 ഏത് വീട്ടിൽ കയറുമെന്നേ പറയുന്നേ? ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയേ പറ്റുള്ളൂ. ഗൃഹപ്രവേശം കറക്റ്റാക്കണം. ചേട്ടാ ഇതിപ്പോ എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല ഞാൻ ചോദിച്ചു നോക്കട്ടെ. അതെ അളിയാ, അല്ല പിന്നെ മാമനോ താനല്ലേ അവിടെ വിളിക്കുന്നത്? അല്ല എനിക്ക് ഈ പിള്ളേർക്ക് 12:30 അകത്ത് ഗൃഹപ്രവേശനം വീട്ടിൽ കയറിയില്ലെങ്കിൽ എന്തോ ദോഷം വരുമെന്നോ. തൊട്ടപ്പുറത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ നേരെ പറഞ്ഞ് വീട്ടിൽ വിട്. അല്ല അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഒന്ന് സഹകരിക്കണം. ഈ മാമൻ രക്തഛർദ്ദി ചാവുന്നൊക്കെ അവന്റെ ജോലിസ്ഥരെ പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ല. ആകട്ടോ എന്തിനാ ഇങ്ങനെ പുറത്തൊക്കെ കിടക്കുന്നത്? അല്ല നിങ്ങളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്നും കൊണ്ട് തൽക്കാലം ഈ വീട്ടിലോട്ട് കുഞ്ഞുങ്ങളെ ഒന്ന് കൈപിടിച്ച് കയറ്റി ആ ദുരന്തം ഒഴിവാകുമല്ലോ. ഞാനെല്ലാം വിചാരിച്ചേ ഒരു 2000 തരാം. അല്ലേ ഈ പുത്തമ്മളെ കാണാൻ നേരത്തെ എന്റെ കണ്ണു മഞ്ഞളിക്കുന്നു. അത്രയും വൃത്തികെട്ടവനല്ല ഞാൻ. ഞാനൊരു റെയിൽവേ ഉദ്യോഗസ്ഥനാണ് ഞാൻ. ആയിക്കോട്ടെ, ഒരു നല്ല കാര്യം. അല്ല ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ജോത്സ്യർ പറഞ്ഞ ഇതുവരെ തെറ്റി. എടാ ഇങ്ങോട്ട് നോക്കണം. 12:30 വീട്ടിൽ കയറണം. എനിക്ക് ജോത്സ്യർ പറഞ്ഞ മാമൻ ചോര ഛർദ്ദിക്കും. മാമ എനിക്ക് എവിടെയെങ്കിലും കാറിനകത്തോട്ട് കയറിയല്ലേ വലത് കാര്യം വെച്ച്. കേറി വന്നോളുക. ഞാൻ പറഞ്ഞിട്ട് ഇനി അമ്മ ഇങ്ങനെ വലതുകാലം വെച്ച് കയറി. നിങ്ങൾ വലതുകാലം വെച്ച് അത് കഴിഞ്ഞ് അമ്മ അനുഗ്രഹം പേടിച്ചേ. ഇനി ആ വിളക്ക് മോളുടെ കൊടുത്തേ. ഇനി രണ്ടുപേരുടെ കൈ പിടിച്ച് കൊടുത്തേ. അമ്മ കൈ പിടിച്ച് കൊടുത്തേ. എന്റെ മക്കള് കയറും. അതങ്ങ് കഴിഞ്ഞ് അങ്ങനെ ദൈവമേ, എന്റെ കുഞ്ഞിന്റെ കല്യാണം അങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഒന്നും കാണാൻ നിങ്ങൾ ഇല്ലാതായി പോയില്ലോ മനുഷ്യനെ. എന്താ കാര്യം പറഞ്ഞു? സത്യമായിട്ടും എന്റെ പൊന്നുമാമ എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമുള്ള കേസല്ലായിരുന്നു. അവിടെ മുഖം കണ്ടോ? അവിടെ മുഖം കുച്ചുമ്പൂ പിടിച്ച മുഖം. ഞാൻ ഒരു കാര്യം പറയാം. എന്നോട് പോരത്തോനും വന്ന് അമ്മയമ്മ പോലും കാണിച്ചാൽ മടുപ്പിച്ചുകൾ. അതാ ഈ ഭവാനി അറിയാൻ മേലത്തോണ്ടാ. അമ്മ ഇവിടെ കട്ടിലില്ലെന്നേ. എന്നാ പറ്റിയുടെ മോനെ? കുറച്ചും കൂടെ കഴിയുമ്പോ ഈ ഫസ്റ്റ് നൈറ്റ് തുടങ്ങാം. കട്ടിലില്ല, അവർക്ക് തലയിൽ കിടക്കാൻ വയ്യുന്നു. അമ്മച്ചോട് പൊന്നിഞ്ഞു വന്നോടോ. അമ്മച്ചോട് പൊന്നു വന്നോടോ. പൊന്നു വന്നോടോ. കട്ടിലില്ലല്ലേ? അമ്മ ഒരു കാര്യം ചെയ്യട്ടെ. അമ്മയുടെ ആ പെൻഷൻ പൈസ എടുത്തോണ്ട് വന്നിട്ട് അമ്മ മോനൊരു കട്ടിൽ മേടിച്ചേരട്ടെ. മതിയമ്മ. ഇങ്ങനെ ചാടുന്ന മെത്തയും മേടിച്ചേരട്ടെ. മതിയമ്മ. എന്നാലും നാറി എടാ, ഒരു ശകലം നിനക്ക് എന്തെങ്കിലും നിന്റെ കാര്യത്തിലൊരു തീരുമാനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനെല്ലാം ഒപ്പിച്ചു തന്നപ്പോഴത്തേക്കും നീ എന്നെ പൊട്ടം കളിപ്പിക്കണോ? അല്ല ജോത്സ്യർ പറഞ്ഞാൽ അതുകൊണ്ടാണ്. ആരാ ജോത്സ്യർ പറഞ്ഞത്? അത് ചോളാലോ. ഇറങ്ങിക്കോണം, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കണം. എന്റെ പൊണ്ണ് സുഹൃത്തെ 9:50 ആകുമ്പോ വണ്ടി എടുക്കും. ഈ ട്രാക്കിൽ കൂടെ സാധനം ഉരുണ്ട് വരും. ഇതെല്ലാം കൂടെ തവിട് പൊടിയായി പോകും. ആയിക്കോട്ടെ, പറയട്ടെ. അടുക്കള എവിടെയാ?
അത് ശരി, ഇതിനകത്ത് കയറി പൊറുതേം തുടങ്ങും. ഇറങ്ങില്ല കൂടെ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, 9 50 ആകുമ്പോൾ വണ്ടി എടുക്കും. എന്റെ പൊന്നു സുഹൃത്തെ, എനിക്ക് എന്റെ കയ്യും കാലും കിടന്ന് പറിച്ചിട്ട് വരാം. അപ്പൊ കളഞ്ഞ് വന്നേ എന്നാ? നമുക്കിപ്പോ എടുപിടിന്ന് വണ്ടി എടുത്ത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അതെന്നെ മാറ്റാം എന്ന് പറഞ്ഞു വെച്ച് കാര്യം നടക്കുവോ? നമുക്ക് വേറെ ആരെങ്കിലും ഒന്ന് വിളിപ്പിച്ചാൽ നമുക്ക് എടുത്ത് മാറ്റത്തക്ക രീതിയിലല്ലേ. മാമ എന്നെ ചീത്ത പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഉദയൻ ജോത്സ്യർ ഇപ്പൊ വിളിച്ചായിരുന്നു. അല്ല മാമ വിളിച്ചോ? ജോത്സ്യർ പറഞ്ഞു ഇവിടെ ഒരു മുട്ട തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ഈ കാരണത്തുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും മറ്റേ താക്കോലും ഇല്ലേ, ഇതിന്റെ ചെറിയൊരു കിടിപിടി പരിപാടി എടുത്ത് വണ്ടി സ്റ്റാർട്ട് ആവുന്നു. അല്ല ഇവന് ഇന്ന് ഞാൻ വെച്ച് പൊറിപ്പിക്കത്തില്ല. ഉദയൻ ജോത്സ്യരുടെ ഏറ്റവും വലിയ കാരണം കേട്ടോ. എന്റെ മാമ ഇങ്ങോട്ട് നോക്കാൻ. ഈ ചേട്ടൻ ഇവിടെ പോയി എന്നെ ഇവിടെ നിർത്തിയിട്ട്. എടി ഒന്നും പറയണ്ട, ഇതാണ് അന്ധവിശ്വാസം ഭ്രാന്താ. ഇത്ര അന്ധവിശ്വാസമുള്ള ഭ്രാന്തനെ നിനക്ക് കിട്ടിയല്ലേ. മാമ ഇവരെ എവിടെ പോയത്? എടി ഭ്രാന്ത്, എടി വിശ്വാസം. ഈ അന്ധവിശ്വാസം കൂടിക്കഴിഞ്ഞ് ഇതല്ല ഇതിന് അപ്പുറത്ത് അനുഭവിക്കണം കേട്ടോ. എന്റെ പൊന്നു നോക്കോ, സമയം പൊക്കോണ്ടിരിക്കുകയാണ്. വണ്ടി ഇപ്പൊ ഈ ട്രാക്ക് വഴി വരും, ആകെ മൊത്തം പൊളിഞ്ഞ് കൊട്ടാക്കും. എടാ നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വാടാ. ഞാൻ പറഞ്ഞില്ലേ മുട്ടയും താക്കോലായിട്ട് ചെറിയൊരു കിടിപിടി പരിപാടി എടുത്ത് വണ്ടി സ്റ്റാർട്ട് ആവുന്ന സ്റ്റാർട്ടായോ? ശരി ശരി തർക്കിക്കാൻ ഞാനില്ല. വണ്ടി കയറി വണ്ടി കയറി. എങ്ങോട്ട് തള്ളി പിടിച്ചോണ്ട് പോന്ന്? എടാ നീ മാത്രം പോരാ ഈ വണ്ടി എടുക്കാൻ. ഒരു 3 മുങ്ങൽ വിദഗ്ധരും ഒരു ഫയർഫോഴ്സും പറ്റുമെങ്കിൽ ഒരു എയർഫോഴ്സും കൂടെ വേണം. അതെന്തിന്? ഇവൻ മുട്ടയും താക്കോലിട്ട് ഒരു കിടിപിടി പരിപാടി നടത്തിയിട്ടേ ആ താക്കോലെടുത്ത് ആറ്റിലാണ് ഒഴുക്കി വിട്ടത്. അതിനിപ്പോ പേടിക്കുന്നത് സ്പെയർ താക്കോലെടുത്ത് കൊടലിയാ. സ്പെയർ താക്കോലാ, വണ്ടിക്ക് ബ്രേക്ക് വരില്ല, പിന്നെയാണ് സ്പെയർ താക്കോല്. ഓക്കെ, അപ്പൊ താക്കോലും ഇല്ല. അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, താക്കോലില്ലാത്ത വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു? ഉദയൻ ജോത്സ്യർ ഒന്നുകൂടെ ഞാൻ ഒന്ന് വിളിച്ചാരാ.